നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ അമൂല്യമായ നിമിഷം അഥവാ വർത്തമാനകാലം അടുത്ത ഒരു ഞൊടി അഥവാ സെക്കൻഡ് കഴിഞ്ഞു പോകുന്നതോടെ പിന്നീട് അതിന് നമ്മൾ പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം എന്ന് പേരിട്ട് വിളിക്കുന്നു. സമയം നമ്മൾ കാണാത്തതും പക്ഷേ നമ്മെ നിയന്ത്രിക്കുന്നതുമായ ഒരു അതിശയകരമായ ശക്തി. ആ ഒരു ശക്തി നമുക്ക് കാണാനാകുന്നില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് നിർത്താനും സാധിക്കുന്നില്ല. അതങ്ങനെ ബന്ധം നമ്മിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയൊരു ചോദ്യം, സമയം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ സമയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന്? അന്ന് നമുക്ക് സംഭവിച്ച ചില അനിഷ്ടകരമായ കാര്യങ്ങളെ മാറ്റാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന്? അല്ലെങ്കിൽ ഭാവിയിലേക്ക് സഞ്ചരിച്ച് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരെന്നും ആകർഷിച്ചിട്ടുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്, ടൈം ട്രാവൽ. എന്താണ് ടൈം ട്രാവൽ? വളരെ ലളിതമായി പറഞ്ഞാൽ അത് സമയത്തിനുള്ളിൽ മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ സഞ്ചരിക്കാനുള്ള ആശയമാണ്. ഇത് വെറും സിനിമകളിലോ കഥകളിലോ മാത്രം ഉള്ളതല്ല. സയന്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ റിലേറ്റിവിറ്റി തിയറിയിൽ പ്രതിപാദിച്ച ഒരു കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം പറയുന്നത് സമയം സ്ഥിരമായ ഒന്നല്ല എന്നാണ്. മാത്രമല്ല, അത് വേഗത്തെയും ഗുരുത്വാകർഷണത്തെയും ആശ്രയിച്ച് മാറുകയും ചെയ്യുന്നു. ഫ്യൂച്ചർ ട്രാവൽ. ടൈം ട്രാവലിലെ ഒരു ആശയം ഭാവിയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഭാവിയിലേക്ക് സഞ്ചരിക്കുന്നത് സിദ്ധാന്തപരമായി സാധ്യമാണ്. നിങ്ങളൊരു സ്പേസ് ഷിപ്പിൽ വെളിച്ചത്തിന്റെ വേഗതയ്ക്ക് അടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം പതുക്കെയാകും. നിങ്ങൾക്കൊരുപക്ഷെ 1 മണിക്കൂർ മാത്രം കടന്നുപോയി എന്ന് തോന്നും, പക്ഷെ അത് ഭൂമിയിൽ വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. അതായത് നിങ്ങൾ ഭാവിയിലേക്ക് സഞ്ചരിച്ചു. ഇത് സിനിമകളിൽ മാത്രം ഉള്ളതല്ല, ശാസ്ത്രീയമായി ഇത് സാധ്യമാണ്. വേഗം കൂടുമ്പോഴും ഗുരുത്വാകർഷണം ശക്തമായിടത്തും സമയം മന്ദഗതിയിലാകും. അതാണ് നമ്മൾ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. പാസ്റ്റ് ട്രാവൽ, ദ ഡേഞ്ചറസ് സീക്രട്ട് ആൻഡ് പാരഡോക്സ്. കഴിഞ്ഞ കാലത്തേക്ക് പോകുന്നത് അത്ര ലളിതമല്ല. അതൊരു അപകടകരമായ ആശയമാണ്. കാരണം അതിലുണ്ടാകുന്ന വലിയ പ്രശ്നം പാരഡോക്സ് ആണ്. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നോട്ട് പോകുന്നു. അവിടെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം തന്നെ ഇല്ലാതാകുമോ എന്ന ആശയക്കുഴപ്പവും. ഒരു ഉദാഹരണം, നിങ്ങൾ കഴിഞ്ഞ കാലത്തിലേക്ക് യാത്ര പോയി. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പിന്നീട് ജനിക്കുമോ? ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നറിയപ്പെടുന്നത്. സമയം ഒരു രേഖയല്ല, അത് പല ശാഖകളുള്ള ഒരു വൃക്ഷം പോലെ തന്നെയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. വേം ഹോൾ തിയറീസ്. ടൈം ട്രാവൽ സാധ്യമാകാൻ ചില സയന്റിസ്റ്റ് പറയുന്നത് വേം ഹോൾസ് എന്ന ആശയമാണ്. ഇത് ബഹിരാകാശത്തിൽ 2 പോയിന്റുകൾ തമ്മിലുള്ള ഒരു ഷോർട്ട് കട്ട് പോലെയാണ്. അതുപയോഗിച്ച് നമുക്ക് സമയത്തിലൂടെ സഞ്ചരിക്കാനാകുമെന്നതാണ് ആശയം. അതായത് ബഹിരാകാശത്തിൽ നമ്മൾ കാണാത്ത ചില വഴികൾ ഉണ്ടാകാം. 2 വ്യത്യസ്ത സമയങ്ങളെയും സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ സമയത്തിന്റെ വാതിലുകൾ. ഒരു പേപ്പർ എടുത്ത് അത് മടക്കി 2 പോയിന്റുകൾ തമ്മിൽ ചേർക്കുന്നത് പോലെ. അങ്ങനെ ഒരു വേം ഹോൾ വഴി നമുക്ക് സമയത്തിലൂടെ സഞ്ചരിക്കാനാകുമോ എന്നതാണ് നമുക്ക് മുന്നിലുള്ള വലിയ ചോദ്യം. മൾട്ടിവേഴ്സ് തിയറി. സയന്റിസ്റ്റുകൾ പറയുന്ന മറ്റൊരു ആശയം മൾട്ടിവേഴ്സ് എന്നതാണ്. ഒരു യൂണിവേഴ്സ് മാത്രമല്ല, അനന്തമായ യൂണിവേഴ്സുകൾ. നിങ്ങൾ ഒരു യൂണിവേഴ്സിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റൊരു യൂണിവേഴ്സിൽ നിങ്ങൾ മറ്റൊരു തീരുമാനം എടുത്തിരിക്കാം. അപ്പോൾ ടൈം ട്രാവൽ എന്നത് നിങ്ങളുടെ തന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതാണോ എന്ന കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. റിയൽ കേസസ് ആൻഡ് മിസ്റ്ററീസ്. ചരിത്രത്തിൽ ചില വിചിത്ര സംഭവങ്ങളുമുണ്ട്. ചില ചിത്രങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കാനാവാത്ത ആളുകൾ. ജോൺ ടിറ്റർ എന്ന പേരിൽ ഭാവിയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ് ഒരാൾ ഉണ്ടായിരുന്നു. 1940കളിലെ ഒരു ചിത്രത്തിൽ ആ കാലത്ത് ഉണ്ടായിരിക്കാനാവാത്ത ഒരു മനുഷ്യൻ. ജോൺ ടിറ്റർ 2036 നിന്നാണ് വന്നതെന്ന് പറഞ്ഞ ഒരാൾ. പക്ഷേ ഇതെല്ലാം എത്രത്തോളം സത്യമാണ് എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇതെല്ലാം കഥകളായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതങ്ങളായ ഭാവനകളും ആയിരിക്കാം. ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട ഒരുപിടി വിഷയങ്ങളിലൂടെ ഒരു ചെറിയ യാത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തത്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ടൈം ട്രാവൽ അത് സത്യമാണോ, അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ ഒരു പകൽ സ്വപ്നം മാത്രമാണോ? ഒരു ദിവസം നമുക്ക് സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ സമയമെന്നും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമോ? ഫ്യൂച്ചർ ട്രാവൽ, പാസ്റ്റ് ട്രാവൽ, ടൈം ഡിലേഷൻ, വേം ഹോൾസ്, ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്, മൾട്ടിവേഴ്സ്, ഇവയെല്ലാം അവസാനിക്കാത്ത വിഷയങ്ങളാണ്.
വരും ഭാവിയിൽ ഇതിൻ്റെയെല്ലാം പുതിയ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞേക്കാം. നമുക്ക് കാത്തിരിക്കാം. ടൈം ട്രാവൽ എന്ന ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? കമന്റിൽ അറിയിക്കൂ. ഈ ലോകത്ത് നിഗൂഢമായി കിടക്കുന്ന മറ്റൊരു വിഷയത്തിന്റെ വിശേഷവുമായി വരാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം മിസ്റ്റർ യോ. താങ്ക് യു.